സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശ്രീ പ്രഫുൽ കൃഷ്ണയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. വടകരയിലാണ് സ്ഥാനാർത്ഥി. വടകര നമുക്കറിയാം വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. കെ മുരളീധരനും ശൈലജ ടീച്ചറാണ്. UDF-ലും LDF-ലും ഒക്കെ സമർത്ഥരായ സ്ഥാനാർത്ഥികളാണ്. അവർക്കൊപ്പം എത്രത്തോളം മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാനാകും? നോക്കൂ, വളരെയധികം സന്തോഷമുണ്ട് ഈ സമയത്ത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികളോടൊപ്പം ഞങ്ങളും സമരത്തിൽ തന്നെയാണ്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. കേരളത്തിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന പോകുന്ന വിഷയങ്ങൾ, ഇത്തരം യുവജന വിഷയങ്ങൾ വടകരയിൽ ചർച്ചയാണ്. നമുക്ക് വടകരയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വർഷമായിട്ടും തികഞ്ഞ അവഗണന നേരിട്ട മറ്റൊരു മണ്ഡലമില്ല. ഇപ്പോൾ കരുത്തരായ 2 സ്ഥാനാർത്ഥികളാണ്. ഞാൻ ഒരിക്കലും അവരെ നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് കാണുന്നതല്ല. ഇപ്പോൾ ടീച്ചർ അമ്മ എന്ന വിളിപ്പേരിലാണ് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കപ്പെടുന്നത്. നോക്കൂ, ടീച്ചർ അമ്മയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് കേരളം കണ്ടതാണ്. കേരളം മുഴുവൻ, ലോകം മുഴുവൻ കൊറോണ പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് 450 രൂപയ്ക്ക് കിട്ടുന്ന PPE കിറ്റാണ്. ആ PPE കിറ്റാണ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. 1.5 രൂപയ്ക്ക് കിട്ടിയിരുന്ന മാസ്കുകളാണ് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തെ കട്ടുമുടിച്ചൊരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൽ ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ആൾക്ക് ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. UDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വടകരക്കാർ ഇന്നും ഒന്നും കിട്ടാതെ ഇത്രയും കാലത്തെ 5 വർഷത്തിനിടയ്ക്ക് വടകരയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്ന് ഉയർത്തിക്കാണിക്കാൻ പോലും ഒരു പദ്ധതി വടകരയ്ക്കില്ല. വടകര ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. വടകരയിൽ ഉണ്ടായിട്ടുള്ള വികസനം, വടകരയിൽ വരാൻ പോകുന്ന വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, എന്തായാലും എല്ലാത്തിനും നരേന്ദ്രമോദിയുടെ കയ്യൊപ്പുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ മാത്രമേ വടകരയിൽ നടന്നിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. TP ചന്ദ്രശേഖരന്റെ വധക്കേസിൽ ഹൈക്കോടതി വിധി CPM-ന് തിരിച്ചടിയായിരിക്കുന്ന സമയത്താണ് താങ്കൾ TP-യുടെ നാട്ടിൽ തന്നെ മത്സരിക്കാനായി ഇറങ്ങുന്നത്. ഇതൊരു പ്രധാന പ്രചാരണ വിഷയം തന്നെയായിരിക്കും. വടകരയെ സംബന്ധിച്ചിടത്തോളം TP-യുടെ കൊലപാതകം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം CPM എത്ര പറഞ്ഞാലും CPM ഇപ്പോഴും ആ TP വധത്തിൽ പങ്കില്ല എന്ന് ആവർത്തിക്കുകയാണ്. TP വധത്തിലെ എല്ലാ പ്രതികളെയും സംരക്ഷിച്ചു നിർത്തുന്നത് CPM-ആണ്. AN ഷംസീറിനെ പോലെ ഇന്നത്തെ സ്പീക്കറാണ് അതിലെ ഒരാളുടെ കല്യാണത്തിന് പോകുന്നത്. കൊടിസുനിയുടെ ബന്ധുക്കളുടെ വീടുണ്ടാക്കാനുള്ള പണം കൊടുത്തിരിക്കുന്നത് പാർട്ടിയാണ്. വടകരയിലുള്ള മുഴുവൻ പ്രദേശത്തെ ആളുകൾക്ക് പറയാം, CPM-ന്റെ ഈ കൊലപാതകികളെ മുഴുവൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അവർ ഇന്നും തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തീർച്ചയായും വടകരയെ സംബന്ധിച്ചിടത്തോളം TP വധം അത് ആളുകളോട് മറന്നുപോയിട്ടില്ല. TP-യുടെ മുഖത്തേറ്റിട്ടുള്ള 51 വെട്ടുകൾ, ആ വെട്ടുകൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമാണ്.